ലക്കിടി വെടിവെപ്പ് സംഭവത്തിൽ പോലീസ് വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ റിസോർട്ട് ജീവനക്കാർ. മാവോയിസ്റ്റുകൾക്ക് നേരെ ആദ്യം വെടിയുതിർത്തത് പോലീസാണെന്ന് ഉപവൻ റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി. മാവോയിസ്റ്റുകൾ ആരെയും ബന്ദിയാക്കിയിട്ടില്ല. പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. റിസോർട്ടിലെത്തിയ മാവോയിസ്റ്റ് സംഘം ജീവനക്കാരെയും അതിഥികളെയും ബന്ദിയാക്കിയെന്നും പോലീസിന് നേരെ വെടിയുതിർത്തുന്നുമാണ് കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് ഭാഷ്യം അപ്പാടെ തള്ളുകയാണ് സംഭവം നടന്ന റിസോർട്ടിലെ ജീവനക്കാർ. മാവോയിസ്റ്റുകളെ ഒരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് വെടിവെച്ചതെന്ന് റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി. ആരെയും ബന്ദിയാക്കിയിട്ടില്ല. കുറച്ച് പോലീസുകാർ വിത്ത് ഗൺ വന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കൊല്ലപ്പെട്ട CP ജലീലിന്റെ സഹോദരൻ CP റഷീദ് രംഗത്തെത്തി. ആത്മരക്ഷാർത്ഥം വെടിവെക്കണം, മുട്ടിന് തീരെ വെടിവെച്ച് വീഴ്ത്താവുന്നുള്ളൂ. തലക്കനെ വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് റിസോർട്ട് മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. പുതിയ വെളിപ്പെടുത്തലുകളും പോലീസ് ഭാഷ്യത്തിലെ പൊരുത്തക്കേടുകളും ചേരുമ്പോൾ ലക്കിടി വെടിവെപ്പിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. S വിനേഷ് കുമാർ, News 18, കോഴിക്കോട്.